Hello friends, once again welcome back to Ting Creations. എൻ്റെ പേര് ജെറിൻ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എല്ലാവർക്കും ചെറിയ കുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, ഞാൻ കൊച്ചിലെ മുതൽ ഭയങ്കര വണ്ണമായിരുന്നു. അതായത് ഇവിടെ കാണും, ഇതേപോലെയായിരുന്നു ഇരുന്നത്. ഇത്രയും നല്ല വണ്ണമായിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോഴത്തേക്കും കൊച്ചിലേതൊന്നും ഞാൻ വലിയ കാര്യമാക്കിയില്ല. കാരണം എനിക്കതൊന്നും വലിയ തോന്നില്ല. എനിക്ക് ഫുഡായിരുന്നു ഭയങ്കര താല്പര്യം. അങ്ങനെ ഫുഡ് കഴിച്ച് വീണ്ടും വണ്ണം വെച്ച് വന്നു. ഏകദേശം 10ാം ക്ലാസ് +1 +2 ഒക്കെ ആയപ്പോഴാണ് എൻ്റെ ആ ഒരു ഒബിസിറ്റിയെ പറ്റി എനിക്കൊരു ബോധം വന്നത്. അങ്ങനെ അതിനുശേഷം ഒരുപാട് ഇൻസൾട്ട്, മറ്റേ സിനിമയിൽ പറയുമ്പോൾ ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരുപാട് ഇൻസൾട്ടും കളിയാക്കലൊക്കെ സഹിച്ച പിന്നെ അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം കുറയ്ക്കണം, കുറച്ച് ഫിറ്റ് ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നുകയും ഞാൻ അങ്ങനെ ഫിറ്റ്നസ് ലൈഫിലോട്ട് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 2 months കൊണ്ട് ഏകദേശം 1 year ഞാൻ ഇതെല്ലാം റിസർച്ച് ചെയ്യാനും എങ്ങനെയൊക്കെയാണ് സംഭവം ഒരുവിധം നോക്കി വെച്ചു. ആദ്യം ഫുഡ് പെട്ടെന്ന് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിനങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്യുക എന്നതായിരുന്നു ആ ഫസ്റ്റത്തെ എൻ്റെ ജോലി. അപ്പം 1 year എടുത്ത് ഞാൻ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കുറച്ചു. പിന്നെ ഞാൻ ബോഡി ബിൽഡിങ് ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങി. അപ്പം അതിന് സഹായിച്ച ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ട്രിക്സും ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ കുറച്ച് മെലിഞ്ഞത്. ഏകദേശം 2 months കൊണ്ട് 20 kilos വരെ ഭാരം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 80 ആണ് എൻ്റെ കിലോ. 100 kg 80 100 kgക്ക് മുകളിൽ എനിക്ക് ഭാരം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇത്രയും കുറച്ചത്. നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് വണ്ണം കുറച്ചതെന്ന് അറിയാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നന്നായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു, എൻ്റെ ഫാറ്റ് ലോസ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള ട്രിക്സ് ആൻഡ് എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ട്യൂട്ടോറിയൽ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പം അതിലൊന്നാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ ഞാൻ എന്തായിരുന്നു രാത്രി കഴിക്കാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി കഴിക്കുമ്പോൾ അല്ല ഫുഡ് രാത്രി കഴിക്കുമ്പോൾ നമ്മളെ ബോഡി എഫക്റ്റ് ചെയ്യുക. സോ രാത്രി കഴിക്കുന്ന ഫുഡ് ഞാൻ എന്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു വീഡിയോ ആണിത്. സോ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ രാത്രി ഓട്സ് ആണ് കൂടുതൽ ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. സോ എന്തെങ്കിലും പാർട്ടി അതേപോലെ എന്തെങ്കിലും വിശേഷ സംഭവം ഉള്ളപ്പം രാത്രി നല്ല ഫുഡായിരിക്കും. പക്ഷേ അല്ലാത്ത ദിവസം ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ഓട്സ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. സോ ഓട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ രീതിയിൽ കഴിക്കാൻ പറ്റില്ല. കാരണം ഇഷ്ടപ്പെടില്ല, ടേസ്റ്റ് ഇല്ല. സോ ഒരു ഓട്സിൻ്റെ ഒരു അടിപൊളി മീലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ എന്തായാലും കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മാത്രമല്ല നിങ്ങൾ മടുക്കാതെ അത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു മീലായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 ingredients ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈസി ആയിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഏത് പ്രായക്കാർക്കും, ഇതിൽ മധുരമോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് പ്രായക്കാർക്കും കഴിക്കാം. ഓട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സയൻറ്റിഫിക് ഗുണം ഉണ്ടെങ്കിലും എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. എങ്കിലും കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. സയൻറ്റിഫിക്കലായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പഠിച്ചതിനെ പറ്റി വേറൊരു വീഡിയോ ചെയ്യാം. ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫൈബർ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പിന്നെ പ്രോട്ടീൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, വിറ്റാമിൻസ് ഉണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ്. വെയിറ്റ് ലോസിനാണെങ്കിലും വെയിറ്റ് ഗെയിനിങ്ങിനാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ വെയിറ്റ് ലോസിനാണെങ്കിൽ പ്രോട്ടീനും ഫൈബറും ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവമാണ്. അപ്പം അതിനുവേണ്ടി ഏറ്റവും കിടിലം ഒരു സംഭവമാണ് ഓട്സ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ജസ്റ്റ് 2 minutes പോലും വേണ്ട ഫ്രണ്ട്സ്. 2 minutesനുള്ളിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാം, കഴിക്കുകയും ചെയ്യാം മടിക്കാതെ. എന്നും ഒരു നേരം ഓട്ട്മീൽ ആക്കിയാലുള്ള ഗുണങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്നും ഒരു നേരം ഓട്ട് മീൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ഫ്രണ്ട്സ്. ഒന്നെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ ഈവനിങ്, അല്ലെങ്കിൽ നൈറ്റ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം വേണ്ടത് 1/2 cup ഓട്സ് ആണ്. ഒരാൾക്കാണ് 1/2 cup. നിങ്ങളുടെ വീട്ടിലുള്ള ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സോ 1/2 cup ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 1/2 cup ഓട്സും. ഇതെനിക്ക് മാത്രം കഴിക്കാനാണ് കേട്ടോ, വേറെ ആരും ഇവിടെ കഴിക്കാറില്ല. സോ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ആവശ്യാനുസരണം ഒഴിക്കുക. ഇതാണ് ഗൈസ് കണക്ക്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ കുക്കിംഗ് തുടങ്ങാം. നമ്മൾ നോക്കേണ്ട, ഒരിക്കലും ഇത് ഒരുപാട് കുക്ക് ചെയ്യരുത് ഫ്രണ്ട്സ്. ഏകദേശം 1.5 minutes മതി ഇത് കുക്കാവാൻ. ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക.
ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴും ഓട്സ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓട്സ് എടുക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ടേസ്റ്റിനൊക്കെ വേണ്ടി ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഓട്സൊക്കെ ഉണ്ട്. അതിലൊരു പ്രശ്നമെന്ന് വെച്ചാൽ അതിൽ ഷുഗേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. അത് ബോഡിക്ക് ഭയങ്കര ഹാംഫുള്ളാണ് ഫ്രണ്ട്സ്. സോ അത് ആകിലും ഒഴിവാക്കുക. സാധാ നോർമലായിട്ടുള്ള ഇങ്ങനെ ഓട്സ് എടുക്കുക, എന്നിട്ട് നമ്മളെ രീതിയിൽ കുക്ക് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. സോ ഇതിങ്ങനെ കുക്കായി വരുന്നുണ്ട്, ചെറിയ ബബിൾസ് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഇത് പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ കാരണം ഒരുപാട് തള്ളുന്ന ഒരു പയ്യനല്ല. ചെറുതായിട്ടൊക്കെ തള്ളുമെങ്കിലും ഇതേപോലത്തുള്ള കാര്യങ്ങൾക്കൊന്നും തള്ളാറില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കി വിജയം ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതുപോലെ ഒരുപാട് ടോപ്പ് സീക്രട്സ് ഉണ്ട് ഗൈസ്. നമ്മളിങ്ങനെ വെയിറ്റ് ലോസിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അതൊക്കെ അറിയുന്നെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് നമ്മുടെ ഈ ഫാമിലിയായിട്ടൊക്കെ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോസും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. സോ കൂടുതൽ ഇതേപോലെ നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് ഏതാണ്ട് ആയി വരുന്നുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ അടിയിൽ പിടിക്കാതെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാലെടുക്കാം. പാലെടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റും ഹെൽത്തിയുമാണ്. ഞാനിവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് പാലെപ്പോഴും അവൈലബിൾ അല്ല. സോ അതാണ് ഞാൻ എടുക്കാത്തത്. ഞാൻ കൂടുതലും വെള്ളം യൂസ് ചെയ്താണ് ഗൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മൾ ഒഴിച്ച വെള്ളവും ഈ സാധനം കൂടെ നല്ല കുറുകി ഒരു വൈറ്റ് കളർ സൈഡിലോട്ട് ഇങ്ങനെ പറ്റി പിടിക്കുമ്പം നമുക്കൊന്ന് മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒരുപാട് വൈറ്റ് ആക്കാൻ പോകരുത് ഫ്രണ്ട്സ്, കാരണം ഒരു ടേസ്റ്റ് കാണില്ല, ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. സോ നമ്മുടെ ഓട്ട് മീൽ ശരിയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇത് ഓഫ് ചെയ്യാം. ഇനിയാണ് ഗൈസ് നമ്മുടെ മെയിൻ ഡെക്കറേറ്റിംഗ് വർക്ക് സ്റ്റാർട്ടാവുന്നത്. കാണിക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് പീനട്ട് ബട്ടർ. ഈ പീനട്ട് ബട്ടർ എന്ന് പറയുന്ന സംഭവം വളരെ വളരെ നല്ലൊരു സംഭവമാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായ രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോട്ടീൻസ് ഒരുപാടുണ്ട്. സോ വെയിറ്റ് ലോസിനായിരുന്നാലും വെയിറ്റ് ഗെയിനിങ്ങിനായിരുന്നാലും ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ് പീനട്ട് ബട്ടർ. മാത്രമല്ല ഇതൊരു ക്രീമി ടേസ്റ്റും കിട്ടും. നിങ്ങൾ പീനട്ട് ബട്ടർ വാങ്ങുമ്പം ഓർക്കേണ്ടത് ഒരിക്കലും ഫ്ലേവേർഡ് ഇത് ഷുഗർ ഉള്ളത് വാങ്ങാതിരിക്കുക. സാൾട്ടി ആൻഡ് ക്രഞ്ചി ഒരു ക്രീമി, ഇത് ക്രീമിയാണ്. ക്രീമി പീനട്ട് ബട്ടർ എടുക്കുക. 1 സ്പൂൺ പീനട്ട് ബട്ടർ ഇങ്ങനെ ആഡ് ചെയ്യുക. സോ ഈ പീനട്ട് ബട്ടർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് നല്ലതുപോലെ കൂടി മിക്സ് ചെയ്യുക ഫ്രണ്ട്സ്. കാരണം ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് താമസിക്കും നമ്മളല്ലാതെ ഇട്ട് മിക്സ് ചെയ്യണമെങ്കിൽ. സോ ഇതിലിട്ട് തന്നെ നന്നായിട്ട് പീനട്ട് ബട്ടർ മിക്സ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒരിക്കലും ഓട്സ് മടുക്കൂല ഫ്രണ്ട്സ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ എന്നോ ഓട്സിൻ്റെ കാര്യം ആലോചിക്കാൻ തന്നെ വരുന്നതായി അയ്യോ ഇനി ഓട്സ് കഴിക്കണമല്ലോ എന്നൊരു ചിന്ത വരും. പീനട്ട് ബട്ടർ ആഡ് ചെയ്യുന്നൊരു പ്രത്യേക ഒരു മണം വരും. എനിക്കിഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ്. സോ നമ്മൾ പീനട്ട് ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ബനാനയാണ്. ബനാന ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ബനാന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, കാരണം നമ്മൾ മടുക്കില്ല. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ നമ്മൾ ഇടുക അതിലോട്ട്. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സഡ് വാങ്ങാൻ കിട്ടും ഫ്രണ്ട്സ്. മിക്സഡ് ആണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് വാങ്ങിച്ച് മിക്സ് ചെയ്താലും മതി. സോ ഇതാണ് നമ്മുടെ ഓട്ട് മീൽ. ഇതാണ് ഞാൻ രാത്രി സ്ഥിരം കഴിക്കാറുള്ളത്. വെയിറ്റ് ഗെയിനിങ്ങിനായാലും വെയിറ്റ് ലോസിനായിരുന്നാലും വളരെ നല്ലൊരു സംഭവമാണ്. നല്ലതുപോലെ മിക്സായിട്ട് കഴിക്കുക ഫ്രണ്ട്സ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മടുക്കുകയില്ല. ഓട്സ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാനും പറ്റും. ടിൻ. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓട്ട് ഇതിനെന്താ പറയുക 3 ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഓട്ട് മീൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ഞാൻ വെയിറ്റ് ലോസിനായി സ്ഥിരമായിട്ട് ഇന്ന് രാത്രി കഴിക്കാറുള്ളത്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തരാം. എന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ലോ, അത് കഴിച്ചിട്ട് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഓട്സ് ആണെന്ന് പറയുകയില്ല, അമ്മാതിരി ടേസ്റ്റാണ്. സോ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ഇതേപോലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസിനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ഒരുപാട് കാര്യങ്ങൾ, റെസിപ്പീസ് ആയിരുന്നാലും. സോ എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കും. മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ID ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫോളോ ചെയ്യുക, ഫ്രണ്ടാക്കുക. സോ
സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൂം. Tell me pretty lies, look me in the face, tell me that you love me, even if it's fake.